ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു ചെറിയ ട്രിപ്പ് പോകാൻ വിചാരിച്ചു. ചുമ്മാ 2 ദിവസം ട്രിവാൻഡ്രം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത്. വണ്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ വണ്ടി റെന്റിന് എടുത്തിട്ടാണ് പോകുന്നത്. വണ്ടി റെന്റിന് എടുത്തത് കൊട്ടാരക്കര പോയി എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ കൊട്ടാരക്കരയിലോട്ടാണ് ഇപ്പോൾ വന്നത്. നമ്മൾ ട്രിപ്പ് പോവാണ്. എവിടെ നമ്മൾ ട്രിപ്പ് പോകുന്നത്? ട്രിവാൻഡ്രം ഫുള്ള് കറങ്ങാൻ പോവാണ് നമുക്ക്. പിന്നെ പൊന്മുടി. യെസ്, ഞങ്ങൾ പോയിട്ട് വരാം. ബൈയോ. എന്തേ ഞങ്ങൾ എവിടെ ട്രിപ്പ് പോയാലും ഞാനും ഇവിടെ റെഡിയായി ഇറങ്ങാൻ താമസിക്കും. അത് കാരണം പലയിടത്തും ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അവന്മാർ 2 പേരോട് ഞങ്ങൾക്ക് തന്നാ പണിയാ. 8 മണിക്ക് വണ്ടി എടുത്തോളൂ. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് 6 മണിക്ക് ഇറക്കിപ്പിച്ച് വീട്ടിൽ നിന്ന്. എന്നിട്ട് 1 മണിക്കൂർ വെറുതെ നിന്ന് ഞങ്ങളെ പറ്റിക്കാൻ അവന്മാരെ നോക്കിയോണ്ട് അവന്മാർക്കും പണി കിട്ടി. അവന്മാരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അവന്മാരും വിചാരിച്ച ടൈമിലല്ല കൊണ്ടുവന്നത്. അതും കഴിഞ്ഞ് 1 മണിക്കൂറും കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. വരത്തില്ലെന്നോ? ഇത്ര നേരത്തെ വിളിച്ച് വരുത്തിയിട്ട് വരത്തില്ല. അവൻ വരത്തില്ല വണ്ടി കൊണ്ട്. പിന്നെ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. പണ്ടത്തെ കോപ്പികൾ അതിപ്പോഴും കയ്യിലോ? ഓ അതേലോ. നമ്മളെ ഫസ്റ്റ് ഇട്ട പാട്ട് രാവിലെ പാട്ടിട്ട് ഈ പാട്ടിട്ട് നമ്മള് രാവിലെ വിളിക്കുന്നത് ഇല്ലടാ. ഫസ്റ്റ് നമ്മളിപ്പോൾ എവിടെ ആവുന്നത്? സൂയിലോട്ടാണ്. ട്രിവാൻഡ്രം സൂയിലോട്ട് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ഫുള്ള് കറങ്ങാൻ വന്നത്. അവര് ടിക്കറ്റ് എടുക്കാൻ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തു. അയ്യോ, അതുപോലെ തന്നെ ഇരിക്കുന്നടാ. അതുകൊണ്ടാണ് എന്താ അഴുക്ക് വെള്ളം കിടക്കുന്നു. നല്ല റിയ എടാ, ഇത് എന്റെ വയറെങ്ങനാടാ? റിയ പെണ്ണല്ലേ? റിയക്കൊരു കുളവേ ഉള്ളൂ. എത്ര വയസ്സുണ്ട്? യമു അല്ലല്ലോ. എന്ത് ഇത് കഴുകാനാണോ? കറക്കും ഇത്. അതിനകത്ത് ഞാനും ഉണ്ടെന്നുള്ളു. ഇവിടെയുണ്ട്. ദാണ്ടാണോ ഇരിക്കുന്നത്? പക്ഷെ അതിന്റെ ഇത് കൊള്ളാല്ലേ, ചിറക്. അത് കാണാൻ നല്ല രസമുണ്ട്. അത് നോക്കുന്ന നോട്ട് നോക്ക്. ഇതിന്റെ ദേഹമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്.
നീർനായ എന്ത് വേടാ നിന്റെ കയ്യുന്നത് പൈസ ഇത് വെള്ളത്തിൽ ഇറങ്ങാത്ത വെള്ളത്തിൽ കിടക്കുന്ന ഓ സിംഹം ഇങ്ങോട്ട് നോക്കൂ പിടിച്ചൊരു കടി കടിച്ചാ പോയില്ലേ നമ്മളെ എടാ ഇതിന്റെ ശബ്ദമല്ല കേട്ടത് സിംഹത്തിനെ കുറച്ചും കൂടെ അടുത്തൂടെ കാണാൻ അടുത്തോട്ട് ഇതുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും പിണങ്ങിയിരിക്കുകയാണ് രണ്ട് സൈഡ് നോക്കിയിരിക്കണം ഹായ് അല്ലേ പാമ്പ് പോലും ഉണ്ടോ ഇത് വെള്ളത്തിനടി കിടക്കുന്നു ഇത് ശ്വാസം പിടിച്ച് നിന്ന് പ്രാക്ടീസ് ചെയ്യുമായിരിക്കും മാൻ യെസ് കഴുതയല്ല വേറെന്തൊരു ജീവിയാ മാനിന്റെ കൂട്ടൊക്കെ എന്തൊരു സാധനം എന്നാൽ മാനാ പക്ഷെ അത് രണ്ടെണ്ണം ഉള്ളല്ലോ വംശനാശമല്ലേ സംഭവിച്ചു മാനിന് പുള്ളി എന്തുണ്ടാ ഉള്ളത് അയ്യോ പുള്ളി വെള്ളമാൻ ഈ വെള്ളയും മറ്റേ മീറ്റ് ചെയ്ത് മറ്റേ ദേഹത്ത് വരേണ്ട കടലിന്റെ കൊമ്പി വന്നു. ഓ അങ്ങനൊക്കെയാണോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ചുമ്മാ പറഞ്ഞാണല്ലേ അതുകൊണ്ട് അങ്ങേ അറ്റത്തെടുത്ത് നിൽക്കുന്നുണ്ടോ അവൻ ഈ ജാതിയിൽ ഒന്നും പെട്ടവനല്ല പക്ഷെ അവൻ ഈ വെള്ളം അങ്ങനെ കളറാക്കി മാറ്റി ഇടിച്ചിടുന്ന സംഭവം തന്നെ എനിക്ക് നടക്കാൻ വയ്യ ഇതാണ് ബാഹുബലിയിൽ പൽവാദേവ് ഇടിച്ചെടുക്കുന്ന സാധനം കാട്ടുപോത്ത് അല്ലേ ഞാൻ ഇടിച്ചിട്ടില്ല നീ എവിടെയായിരുന്നു പൽവാദേവനായത് ഞാൻ ഇതിനെ ഇടിച്ചും മറിച്ച് ഞങ്ങളുടെ വീട്ടിൽ കറി വെക്കുന്നു ആ ആക്കിന് പോലീസിൽ കേസ് കൊടുക്കണമെന്നേ കൊടുക്കാം ഇവനെ അതിനെ കൊന്ന് തിന്നാറുണ്ട് ഇവർക്ക് വീട്ടിൽ എങ്ങനെ കൊണ്ട് കൊടുക്കുന്നു ഓ അതുകൊണ്ട് ഇതിൽ അടച്ചിട്ട് വെച്ചേക്കുന്നത് ഓ ഇതാണ് മാനിന്റെ കൂട് ഓ ആ മണ്ടേ കൂടെ ചേട്ടൻ കൊണ്ട് ഫുഡ് ഇട്ട് കൊടുത്തു കാലില്ല അതിന് ഇതുവഴി ഞൊണ്ടിപ്പോവും തെന്നടിച്ച് വീഴുമെന്ന് പേടിച്ചിട്ടായിരിക്കും പാവം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാല് കൊടുത്തൂടെ ഗൈസ് ഭയങ്കര ചൂടാണ് ചൂടെടുക്കുന്നു ഗൈസ് ഭയങ്കര ചൂട് ഭയങ്കര ഇത് പുലിയല്ലേടാ യു വേറെ ഉണ്ടായിരുന്നു ഓ അത് എൻജോയ് ചെയ്യുമ്പോ ഇതിനെ എന്റെ വണ്ടിയുടെ പുറകെ വെച്ചിട്ടുണ്ട് പുലി
ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കണ്ടു കുറെ നേരം ബോറടിച്ചോണ്ട് അവിടെ നിന്ന് പോയി ഞങ്ങൾ. ഇതെന്ത് ചത്തു പോയോ മുള്ളമന്നില്ല? എന്ത് പറ്റി മുള്ളമന്നിയോ? എന്തേ ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ടെന്ന്. എൻ്റെ കൂടെ ഒരു ബട്ടർഫ്ലൈസും ഇല്ലല്ലോ. ഇവിടെ ഒന്നും ഇല്ല. പോടെ നാട്ടിലൊന്നും കാണാത്ത ബട്ടർഫ്ലൈയില്. എൻ്റെ അകത്ത് പാമ്പാണ്. ഞാനതുകൊണ്ട് കയറിയില്ല. എനിക്ക് പേടിയാണ്. ഞാൻ വിളിച്ച് അലച്ചോടി. എനിക്ക് പേടിയാണ്. എനിക്ക് പാമ്പെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ഇത് സ്നേക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ വാതിലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ഗൈസ്. ഞാനിവരെ നോക്കി ഇതുവഴി ഞാൻ ഇറങ്ങിയത്. ഞാനവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. പാമ്പിന് ഗൈസ്. കോൺ ബട്ടർ സ്കോച്ച് ചോക്ലേറ്റ്സ്. നമ്മളിപ്പം നെക്സ്റ്റ് ലുലു മോളിൽ പോകാം. നമ്മൾ സൂര്യനായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ലുലുവിൽ പോവാണ് ഗൈസ്. അവിടെ പോയി ഞം ഞം കഴിക്കാൻ പോവാം. നല്ലപോലെ രാജവെമ്പാലെ കാണാൻ പറ്റി. അയ്യോ രാജവെമ്പാലെ കണ്ടി എൻ്റെ ജീവനും കൊണ്ടുകൂടി ഇപ്പോഴാണ്. രാജവെമ്പാല സോ ക്യൂട്ടായിട്ട്. രാജവെമ്പാല ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫാമിലിയായിട്ട് കൊണ്ടാൻ തരാമെന്ന് 2 തവണ ചോദിച്ചു. പക്ഷെ അവർ തമ്മിൽ. അതുകൊണ്ട് ഞങ്ങൾ അവരെ വിട്ടു. അവിടെ വിട്ടിട്ട് പോരും. അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ഇന്നൊക്കെ ഞാൻ അതിനൊക്കെ പറഞ്ഞു. ഭയങ്കര ക്യൂട്ടായിരുന്നു. നീ ഓർഡർ ചെയ്ത് മേടിച്ചു. ഓക്കെ, ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഉടനെ തന്നെ രാജവെമ്പാലിന് ഓർഡർ ചെയ്ത് മേടിക്കുന്നത്. ഞാൻ പിന്നെ പരിസരത്തോട്ട് വരുന്നില്ല അതിന് വേണ്ടിയിട്ട്. ഫുഡ് കഴിക്കും. ഇതുള്ളല്ലേ കേക്ക് പോലെ ഉണ്ടല്ലേ. മേഘയ്ക്ക് ഡ്രിങ്ക്സ് 800 ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. തന്നെ നീ ആനന്ദിക്കണം അച്ഛക്ക. മേഘ ഭയങ്കര സാഡാണ്. നമ്മളിപ്പം ലുലുവിൽ ഇറങ്ങാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കഴിച്ചിട്ട് ലുലുവിൽ ഇറങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ ബീച്ചിൽ പോകാനെന്നായിരുന്നു. പക്ഷെ ടൈം ഒത്തിരി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. എൻ്റെ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു. ഒരു പാർക്ക് നമ്മളിപ്പം കോവളം ബീച്ചിൽ വന്നു. കോവളം ബീച്ചല്ല, അതിൻ്റെ വേറെ ഏതൊരു പാർക്കിൽ വന്നു. അതിലേക്ക് കൂടെ അല്ല, റോഡിൽ കൂടെ വണ്ടി വന്നു. ഈ സ്ഥലം നല്ല സ്ഥലം അല്ലേ? നല്ലൊരു ഓക്കെ, നല്ല രസമുണ്ട് അല്ലേ? റീൽസിനെ കൊണ്ടൊക്കെ ഇങ്ങനെ ഗുണമുണ്ടായിട്ട്. ഞാൻ ആരാ? ഞാൻ തീയാണ്, തീപ്പൊരിയാണ്, തീപ്പെട്ടിയാണ്. ഹായ്, നല്ല രസമുണ്ട്. എനിക്ക് അറേഞ്ച് ചെയ്ത രസമുണ്ട്. ഒരു നല്ല രസമുണ്ട്. നല്ല രസമുള്ള സ്ഥലം. ഞാൻ റീലിൽ കണ്ടുപിടിച്ചാണ് ഗൈസ് അല്ലേ? ഒറ്റ പ്രയോജനം കൊണ്ടുണ്ടായ സ്ഥലമാണ്. നല്ല രസമുണ്ട്. വലിയ ഒത്തിരി ആളൊന്നും ഇല്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നല്ല രസമുണ്ടല്ലേ?
ഞങ്ങൾ ഇവനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്തതാ. പക്ഷെ അവൻ വിശ്വസിച്ചു, അത് സത്യമെന്ന് വിശ്വസിച്ചു. അതിന്റെ മണ്ടയിൽ കൂടെ തറയെ കാല് കുത്താതെ അങ്ങ് അറ്റം വരെ പോയി കഴിഞ്ഞാൽ അവന്റെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. മേളത്തെ റോയില് നിങ്ങൾ പോകണം. ഫാസ്റ്റ് പെട്ടെന്നോ കുറച്ചും കൂടെ. വീണ ഒന്നും സംഭവിക്കൂല. സ്പൈഡർമാൻ സ്പീഡിൽ പോവും. അവിടെ തന്നെ എടുക്കാനാ നല്ലത്. ഇതും തീരട്ടെ. പെട്ടെന്ന് പോടാ, ഫാസ്റ്റ് പെട്ടെന്ന്. ഇതാണ് ഫോട്ടോ എടുക്കാന്. പെട്ടെന്ന് ആ ഇവിടെ ചവിട്ടാ സാധനമില്ല. ആ താഴെ നീ പൊക്കോ, കുഴപ്പമില്ല. ഇവിടെ സാധനമില്ല. അതിന്റെ മണ്ടയിൽ എന്താ ചവിട്ടിയ കുഴപ്പം? മണ്ടയിലെ ചവിട്ട്. ഇനി ഇപ്പുറത്തെ മണ്ടല്ലേ, ദാണ്ട് ഇവിടത്തേല് ചവിട്ട്. ആണ്ട് ഈന് മണ്ടയിലൊക്കെ ചവിട്ടി പോകും. ആ ഈയുടെ കൊള്ള അവിടെ ഉണ്ടായിട്ടാന്നോ? ഞങ്ങൾ നിനക്ക് വലിയൊരു സർപ്രൈസ് ഒക്കെ തരാൻ വിചാരിച്ചതാണ്. നീ അത് നശിപ്പിച്ചു. ഇനി പറഞ്ഞിട്ടായിട്ടില്ല, എല്ലാം പോയി. നീ തന്നെ കൊണ്ട് കളഞ്ഞു. Guys, ഇത് മണ്ണൊക്കെ ഇടിഞ്ഞു. ഓ കുറച്ചുകൂടെ മുന്നേ ആയിരുന്നു ഒന്ന് വരേണ്ടത്. ഇരുട്ടി. ആ മണ്ടയിലെ വ്യൂ അങ്ങ് പോകാൻ തോന്നുന്നു. കൊറേ പേരുണ്ടല്ലോ. ഇതിന് വണ്ടേ കയറാൻ ഇവിടെ വന്ന നീ? മന്ത്രം അമ്മച്ചി ഇപ്പൊ വീണേനെ ഞാൻ. നൈസ് സ്പോട്ട്. കോയി അവന്റെ ആഗ്രഹം അങ്ങ് തീർന്നു. കളർ തന്നെ തീർത്തു കൊടുത്ത. ഇതെന്ത് വഴിയാടാ നിക്ക്. മല കയറാനൊന്നും വയ്യ. നിന്റെ ആഗ്രഹം തീർന്നില്ലോ, നനഞ്ഞു കിട്ടിയല്ലോ. ഇനിയിപ്പോ ഞാൻ നാളെ വർക്കല ഇടാനുള്ള ഡ്രസ്സാണ് എടുത്തത്.
ഇട്ടോ എന്നിട്ട് നാളെ തന്നെ ഇട്ടാ മതി. അയ്യോ ഓടാ. അല്ല നമ്മളിനി എങ്ങോട്ടാ പോകുന്നത്? നിക്കറോട് പോവായിരിക്കും. ഓ ഇവിടുന്ന് നനയൊക്കെ ഇരിക്കുന്നു. ഓ നിന്റെ നനവല്ലേ. അവിടെ പേര് അതിനാ പുള്ളി കയറിപ്പോകാൻ തുടങ്ങി. മലയല്ല നമുക്ക് ഞാൻ എവിടെ ഒരാൾ പോയി എന്റെ ചെണ്ട ഇങ്ങ് എടുക്കലോ. ചെണ്ടയോ? ബാഗ് വണ്ടിയെന്ന്. ഓ ബാഗോ? ഞാൻ ബാത്റൂം ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇതിന്റെ ഇടയിൽ ഒരു വലിയ ട്വിസ്റ്റ് നടന്നു. ഞാൻ ഇന്നലെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്റെ ഫോണ് പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ ഓൺ ആയൊന്നുമില്ല. ഞാൻ ചാർജ് കുത്തിയിട്ടാലും പിന്നെ എനിക്ക് ഓൺ ആയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് രാവിലെ ഓൺ ആയത്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉള്ളത്. രാത്രിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണെല്ലാം എന്റെ പോയി കിടക്കുമായിരുന്നു. അത് പോട്ടെ. ഇന്നിനിപ്പൊ ഞങ്ങള് പോകുന്നത് പൊന്മുടിയിലോട്ടാ. ഞങ്ങളോട് താഴേന്ന് പറഞ്ഞത് ഇന്നലെയൊക്കെ നല്ല തണുപ്പും മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് തണുപ്പും മഞ്ഞൊക്കെ കാണാൻ ചാൻസ് കുറവാണ്. ഇന്നത്തെ ക്ലൈമറ്റ് ഒക്കെ അത്ര ഓക്കെ അല്ലെന്നാണ് പറഞ്ഞത്. വണ്ടിയിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കും ബോധ്യമായി പഴയ ആളെ പോയെന്ന്. നല്ല മഞ്ഞ തണുപ്പൊക്കെ കാണുമെന്ന് വിചാരിച്ച് ഭയങ്കര എക്സ്പെക്ടേഷനിൽ വന്നതാ. നല്ല ചൂടുള്ള വെയിലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇവിടം വരെ വന്നു. ഇനിയിപ്പോ അവിടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു. വെയിലെങ്കിൽ വെയില്. എന്തായാലും മഞ്ഞില്ലാത്തിട്ട് നല്ല വിഷമമുണ്ട് ഞങ്ങൾക്ക്. നല്ല വെയിലും ഉണ്ട്, നല്ല തണുപ്പുണ്ട് അല്ലേ? യെസ്. അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലെത്തി ഗൈസ്. പൊന്മുടിയിൽ എത്തിക്കഴിഞ്ഞു. ഇതവര് അവിടെ ഇരിക്കുന്നു. അങ്ങോട്ട് കയറി പോകാം. എങ്ങനെ കയറി പോവും? അവിടെ വരെ എങ്ങനെ വിളിഞ്ഞ കയറൂടി? എന്നാണ് ഒരു പരിവ അമ്മ. നല്ല കുത്തനെയുള്ള മലയാണ് ഗൈസ്. ഇന്നലെ എൻ്റെ ഫോൺ ഡെഡായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞ്. ഞാൻ നല്ല മഞ്ഞാണോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നത്. പക്ഷെ നല്ല വെയിലായി. പക്ഷെ നല്ല തണുപ്പുണ്ട്. എന്നാലും നല്ല വെയിലും ഉണ്ട്. അയ്യോ ക്യാമറ തിരിച്ചു. ഈ ടാൻ അടിക്കാൻ വയ്യ. ഓ ഇന്നലെ നല്ല ടാൻ അടിച്ച്. നല്ല പോണ വൈ. ഇത് കാട്ടിലെ മിനിറ്റിലൂടെ വലിയ അറിവില്ല. പിന്നെ അവിടെ പിന്നെന്താ ഗ്രൗണ്ട് വല്ലോ? ഇത് പാറല്ലേ? ഇനി ഏത് വെയിൽ വരെ? ഇത്രയും വെയിൽ വന്നത് പോരെ? ഭയങ്കര വെയിൽ. ഇനി വെയിൽ വരുന്നതിന് മുന്നേ തണലെത്തിപ്പോണം. അയ്യോ വെയിലത്തോ? എന്നാ നീ പറഞ്ഞ താവളത്തിരിക്കാന്ന്. ഈ മലയൊന്നും വലിഞ്ഞു കയറാൻ എനിക്കാവില്ല. അതിന്റെ മണ്ട കയറാൻ എന്നാ നിങ്ങളേ വഴിയോ? നിങ്ങൾ പോ. വരാം. അതാ പോ നിങ്ങള്. ഇവിടെ ഒന്നും ഇല്ലാത്ത ആർക്കും ഇല്ലാത്തൊരു അഹങ്കാരാണ്. എന്തിവിടെ പോയി ഒരു തോണ്ട് വരണം. ഇല്ല താണ്ട് ഇവിടെ വേറെ ആരും കണ്ടോ? എൻ്റെ ഇടയിൽ കൂടെ കാട്ടിന് അടുക്കൂടെ നടന്നു. ഇതിപ്പോ 3 ബാക്ടീരിയസ്. നമുക്ക് പോയാലോ? തിരിച്ചറിഞ്ഞ
അതിന് മണ്ടവരെ എറിഞ്ഞു വന്നു. അയ്യോ ഭയങ്കര വെയില് ഗൈസ്, ഭയങ്കര വെയില്. മഴയും വെയിലൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ വരാനുള്ള വെയിലത്ത് വരരുത് കേട്ടോ. ഓ മല വലിഞ്ഞ് കയറാൻ വയ്യ ഗൈസ്. മല കയറിയ വലിഞ്ഞ് കയറുന്നത് കുറച്ച് പാടുള്ള പണി തന്നെ. പക്ഷെ അവരോട് ഇതിനേക്കാളും തണച്ചേനെ. അങ്ങനെ കയറി രാമക്കമ്മയുടെ വേറെ പാറയുണ്ട്, അകത്തോട്ട് വരും. ഞങ്ങളിപ്പം ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഭയങ്കര വെയിലുള്ളപ്പോൾ വരാതിരിക്കുന്നതാണ് നല്ലത്. പൊക്കത്തെ വെയിലാണ്. താനടിച്ച് കരിഞ്ഞ്. മാങ്ങ നോക്കാം, മാങ്ങ എങ്ങനെയാണ്? മാങ്ങ വേണം, മാങ്ങ പൊടിയാണ് ഇഷ്ടം. എന്നാ ഒരു 3 പൈനാപ്പിൾ അതിനകത്ത് ഒരു മാങ്ങ ഇട്ട് തന്നാൽ മതി. കപ്പ് കൊടുത്തേ. വേണ്ട വേണ്ട, ഞാൻ കയറുന്നില്ല. ആട്ട നല്ല വെള്ളമാണ്, കാല് കൊടുക്കാൻ കിട്ടും. വെള്ളയാക്കാൻ വേണ്ടി ഇവിടെ നോക്കണം. ഓറഞ്ച് ഓറഞ്ച് ഇവിടെ ഓറഞ്ച് ആക്കണം. ഓറഞ്ച് അങ്ങനെ ഇതിങ്ങോട്ട് ചെറുതായിട്ടൊന്നും ചരിക്കാൻ ഇതിവിടെ കയറിയല്ലോ. അതാണ് ചെയ്യാൻ എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ എഴുതി. ഗായ്സ് നമ്മളിപ്പോൾ കാപ്പിൽ ബീച്ച് വന്നു. നീ വയ്യ എന്ത് അവിടെ പ്ലാൻ ബി അങ്ങ് പറഞ്ഞു. ഗായ്സ് നമ്മൾ ഇനി എവിടെ പോകുന്നത്? വർക്കല ക്ലിഫിലോട്ട് പോവാം. വർക്കല ക്ലിഫിലേക്ക് പോവുകയാണ്. നിർത്തിയിട്ടിരുന്ന വണ്ടി ഓർക്കണം. 90 മാറുതായിരിക്കും, നോക്കാം. മെയിൻ റോഡിൽ കയറി നോക്കാം. 90 അല്ലായിരുന്നു കിടന്നത്. 90 നിർത്തിയിട്ടിരുന്ന വണ്ടിയാ. ഇംഗ്ലീഷ് അവീതം പറഞ്ഞാൽ നമ്മള് അതിന്റെ കാര്യം. നമ്മളിപ്പം വർക്കലി വന്നു. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ഈ ട്രിപ്പ് അവസാനിക്കുകയാണ്. നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.